Hi students, BTech 2024 scheme Mechanics of Solids എക്സാം പാറ്റേൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോഴ്സ് കോഡ് വരുന്നത് PCMET 302 ആണ്. ഇത് 4 ക്രെഡിറ്റുള്ള പേപ്പറാണ്. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 60 മാർക്സിനായിരിക്കും. നിങ്ങൾക്ക് 2 hours 30 minutes എക്സാം ടൈമും ഉണ്ടായിരിക്കും. പൊതുവെ കുട്ടികൾ സപ്ലൈ അടിക്കുന്ന ഒരു പേപ്പർ കൂടെയാണിത്. പക്ഷേ ഞാനിന്നിവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇത് പാസ്സാവാൻ നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പാർട്ട് എ പാർട്ട് ബി ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പാർട്ട് എയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടായിരിക്കും. 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബിയിൽ 9 മാർക്സിനായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് വരിക. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ടോട്ടൽ 60 മാർക്സ് ആവുന്നത്. സോ മൊഡ്യൂൾ 1ലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇതിൽ തന്നെ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഹൂക്സ് ലോ, യങ്സ് മോഡുലസ് എന്താ, ബൾക്ക് മോഡുലസ് എന്താ, റിജിഡിറ്റി മോഡുലസ് എന്താ, പോയിസോൺസ് റേഷ്യോ എന്താ. ഇതുപോലുള്ള ഡെഫിനിഷൻസിനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. വലിയ പ്രോബ്ലംസ് പഠിച്ചെഴുതാൻ പാടായിട്ടുള്ളവർ ഇതുപോലത്തെ തിയറിയെങ്കിലും പഠിച്ച് പാസ്സാവുക. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു തിയറിയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. 9 മാർക്സിന് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളത് ഡിഫോർമേഷൻ ഇൻ ആക്സിയലി ലോഡഡ് ബാർസ്, അതേപോലെ തന്നെ തെർമൽ എഫക്ട്സിൻ്റെ പ്രോബ്ലംസ്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ്റെ പ്രോബ്ലംസ്, ഇതെല്ലാം ചാൻസ് കൂടുതലാണ്. പ്രോബ്ലം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡിഫോർമേഷൻ ഇൻ ആക്സിയലി ലോഡഡ് ബാർസ് എങ്കിലും പഠിക്കുക. അതിൽ ബാക്കിയുള്ളതൊക്കെ ഇക്വേഷൻസ് എങ്കിലും നോക്കി വയ്ക്കുക. എന്തെങ്കിലും എഴുതി ഗിവൺ ഡേറ്റാസ് ഒക്കെ എഴുതി നിങ്ങൾക്ക് ഒരുവിധം മാർക്സ് മേടിക്കാം. ഇനി മൊഡ്യൂൾ 2ൽ നമുക്ക് അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ടോർഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെഫിനിഷൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റിയതാണ് പോളാർ മോഡുലസ്, ടോർഷണൽ റിജിഡിറ്റി ഒക്കെ. പിന്നെ ടോർഷൻ്റെ ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒരുവിധം ചെയ്യാൻ പറ്റും. പറ്റുന്നവർ പ്രോബ്ലം പഠിക്കുക. ഇനി ബീംസിലോട്ട് വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് തിയറിയിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കാൻ പറ്റുന്നത് പോലെ പഠിക്കുക. അതൊരു ബേസ് കാര്യമാണ്. 3rd മൊഡ്യൂളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബെൻഡിങ് തിയറിയുടെ അസംഷൻസും ലിമിറ്റേഷൻസും, സെക്ഷൻ മോഡുലസ്, ഫ്ലെക്ഷറൽ റിജിഡിറ്റി, ഇതൊക്കെ തിയറിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം. പ്രോബ്ലംസ് വരാൻ ചാൻസ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലവും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പറ്റുന്ന പ്യുവർ ബെൻഡിങ്ങിൻ്റെ അസംഷൻ മറക്കാണ്ട് പഠിച്ചിട്ട് പോവുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മൊമെൻറ്റ് കർവേച്ചർ റിലേഷൻ്റെ അസംഷൻസും ലിമിറ്റേഷൻസും. മൊഡ്യൂൾ 4ൽ നിങ്ങൾ പഠിക്കേണ്ടത് യൂണി ആക്സിയൽ സ്ട്രെസ്, അതേപോലെ തന്നെ ബൈ ആക്സിയൽ സ്ട്രെസ്സിൻ്റെ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റിവേഷനായിട്ട് ചോദിച്ചാൽ പോലും നിങ്ങൾ അതിൻ്റെ ഒരു ഫിഗറും വരച്ച് ആ ഇക്വേഷനും ഒരുവിധം എഴുതിയാൽ അതിൻ്റെ അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഡെഫിനിഷനായിട്ട് പഠിക്കേണ്ട പ്രിൻസിപ്പൽ പ്ലെയിൻ എന്താ, പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താ, അതൊക്കെ പഠിക്കുക. 9 മാർക്സിന് വരാൻ ചാൻസ് ഉള്ളത് മോർ സർക്കിളിൻ്റെ പ്രോബ്ലംസ് വരാം. ഓറായിട്ട് ചിലപ്പോൾ ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡിൻ്റെ എൻഡ് കണ്ടീഷൻസ് ഡിഫറൻ്റ് ആകുന്ന പ്രോബ്ലംസ് വരാനും ചാൻസ് ഉണ്ട്. ഇതിൽ മോർ സർക്കിൾ വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ അത് ഷുവറായിട്ട് പഠിക്കുക. ബാക്കി എൻഡ് കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. സോ 3rd ആൻഡ് 4th മൊഡ്യൂളിൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത് പ്യുവർ ബെൻഡിങ്ങിൻ്റെ അസംഷൻസ് ഉറപ്പായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ റെക്ടാങ്കുലർ സെക്ഷൻ്റെ കുഞ്ഞു പ്രോബ്ലംസ് ഒന്ന് നോക്കി വയ്ക്കുക. സെക്ഷൻ മോഡുലസ് നോക്കണം. അതേപോലെ തന്നെ സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ യൂണി ആക്സിയൽ സ്ട്രെസ് വരുമ്പോൾ, ബൈ ആക്സിയൽ സ്ട്രെസ് വരുമ്പോൾ ഒക്കെയുള്ള ഇക്വേഷൻസും അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രോബ്ലംസും നോക്കുക. മോർ സർക്കിൾ വരയ്ക്കേണ്ട പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഒന്ന് നോക്കിയിട്ട് തന്നെ പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതൊക്കെ നന്നായിട്ട് അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോവുക. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി.